കൊലവിളിയും മോങ്ങലും മാത്രമല്ല, ക്യാപ്സ്യൂൾ നിർമ്മാണവും തകൃതിയിൽ നടക്കുന്നുണ്ട്. മോദിയുടെ പോലീസ് ഒന്ന് റെയ്ഡ് നടത്തുമ്പോൾ സതീശിനെ കുറ്റം പറയാൻ കഴിയില്ല എന്ന് ഏത് 8ാം ക്ലാസ്സുകാരനും ഗുസ്തിക്കാരനും അറിയാം. പക്ഷേ മോദിയെ തെറി പറഞ്ഞാൽ പണി കൂടുതൽ കിട്ടുമെന്നറിയാവുന്നതുകൊണ്ട് തെറി മുഴുവൻ വി.ഡി. സതീശനാണ്. വി.ഡി. സതീശൻ ഇന്നലെ പോയി പ്രധാനമന്ത്രിയെ കണ്ടതുകൊണ്ടാണ് ഇന്ന് രാവിലെ 5 മണിക്ക് റെയ്ഡ് നടത്തിയത് എന്നാണ് ഇവരുടെ വർത്തമാനം. ഇ.ഡി. റെയ്ഡ് നടത്തണമെങ്കിൽ വേണ്ടത്ര ഒരുക്കമുണ്ടാവണം എന്ന് അറിയാത്തത് കൊണ്ടല്ല. എല്ലാ ഒരുക്കങ്ങളുമായി ഇ.ഡി. കാത്തിരിക്കുകയായിരുന്നു ഹൈക്കോടതി വിധിക്ക് വേണ്ടി എന്നറിയാത്തത് കൊണ്ടല്ല. ഇന്നലെ ഹൈക്കോടതി അന്വേഷണം തുടരാൻ ഒരു തടസ്സവും ഇല്ല എന്ന് വിധിച്ചപ്പോൾ ഡിവിഷൻ ബെഞ്ചിൽ പോയി അത് സ്റ്റേ വാങ്ങുന്നതിന് മുൻപ് റെയ്ഡ് നടത്തി രേഖകൾ പിടിച്ചെടുക്കാൻ തീരുമാനിച്ചതിന്റെ ഫലമായിരുന്നു ഇന്നത്തെ പരിശോധന. പക്ഷെ മുഖ്യമന്ത്രി ഇന്നലെ ഡൽഹിക്ക് പോയതുകൊണ്ട് പെട്ടെന്ന് ഒരു ക്യാപ്സ്യൂൾ കിട്ടി. ബി.ജെ.പി. കോൺഗ്രസ് ഡീല്. പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് ആവേശത്തോടെ അത് പറഞ്ഞു. CPM-നെ ഇല്ലാതാക്കാൻ ആരും ആഗ്രഹിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് പരാജയത്തിന് നാണക്കേട് കൊണ്ട് ഇതുവരെ തലപൊക്കാതിരുന്ന മുൻ ബുദ്ധിജീവി മന്ത്രി M.B. രാജേഷും രംഗത്തെത്തി. ശാന്തശീലനായി പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ സെക്രട്ടറി M.A. ബേബി പറഞ്ഞത്, ഇതിനു മുൻപും സഖാവ് ജയിലിൽ കിടന്നിട്ടുണ്ട്, ജയിലിൽ അടച്ചിട്ടുണ്ട്, ഇതൊന്നും കാട്ടി ആരും പേടിപ്പിക്കേണ്ടെന്നാണ്. ഇത്തരത്തിൽ ബി.ജെ.പി. കോൺഗ്രസ് ഡീൽ എന്ന നിലയിലേക്ക് ഇവർ ഒറ്റയടിക്ക് കാര്യങ്ങൾ നീക്കിയിരിക്കുന്നു. മോദിയെയും അമിത്ഷായെയും ഒക്കെ സന്ദർശിക്കാൻ ഡൽഹിയിൽ പോയ വി.ഡി. സതീശൻ തിരിച്ചു വരുന്നതിന് മുൻപ് തന്നെ ഈ റെയ്ഡ് നടന്നതുകൊണ്ട് അവർക്ക് പറയാൻ ഒരു കാരണമായി.